നമുക്ക് പറമ്പിൽ പോവാം. അവിടെ ചെന്ന ഒരു സർപ്രൈസ് ഉണ്ട്, അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പോയതാ. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ സർപ്രൈസ്, അടതാപ്പ്. കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ഫുഡ് ഐറ്റം കേട്ടോ അത്. ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ പോലെ തന്നെയാണ് ടേസ്റ്റും വരുന്നത്. ഇതിന്റെ ഉള്ളിൽ കണ്ടോ യെല്ലോ കളറായിട്ട് ഇരിക്കുന്നത്. ഈ മണ്ണിന്റെ അടിയിലും ഉണ്ടാവും, അതേപോലെ തന്നെ വള്ളിയായിട്ട് പടർന്നു പോകുന്നത്. അപ്പൊ ആ വള്ളിയിൽ അങ്ങനെ കായ പോലെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ പറിച്ചത് വെളുത്ത ചേമ്പാണ് കേട്ടോ. പറമ്പ് മൊത്തം വെളുത്ത ചേമ്പ് കൊണ്ട് നിറഞ്ഞേക്കാം കേട്ടോ. കുറച്ച് വെളുത്ത ചേമ്പും അടതാപ്പൊക്കെ പറിച്ച് ഇരിക്കുന്നു. വിചാരിച്ച പോലെ നമുക്ക് അടതാപ്പ് അങ്ങനെ കിട്ടിയില്ല. പറമ്പ് കയറിയ വള്ളി മൊത്തം താഴത്തേക്ക് വീണു. ഉണ്ടായിരുന്ന അടതാപ്പൊക്കെ താഴെ വീണ് കിടന്നിട്ട് പന്നി ശല്യം കൂടുതലായതുകൊണ്ട് പന്നികളൊക്കെ കഴിച്ചിട്ട് പോയി. ഉണ്ടായിരുന്ന ചെറിയ ചെറിയ വിത്തുകളൊക്കെ അവിടെ തന്നെ എന്നിട്ട് കുഴിച്ചിട്ടു. അതൊക്കെ തന്നെ ഇതേപോലെ ചെറിയ ചെറിയ വിത്തുകളൊക്കെ അവിടെ തന്നെ കുഴിച്ചിട്ടായിരുന്നു. വീണ്ടും വളരട്ടെ. കൊറേയൊക്കെ പിന്നതാ മണ്ണിൽ വീണ് ചീഞ്ഞു പോയിരുന്നു. നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പക്ഷെ എന്താ ചെയ്യാം, മൊത്തം കാട് കയറി കിടക്കാണ്. അടുത്തതായി നമ്മുടെ മുളക്, ചെറുപ്പഴം പോലെ തോന്നുന്ന മുളക്, നല്ല ഉണ്ടമുളക്. പിന്നെ പലതരം വെറൈറ്റി മുളകുകളൊക്കെ ഉണ്ട് നമ്മുടെ പറമ്പില്. ഇത് അടുത്ത ഒരു മുളകാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മുളക് തിന്നാനായിട്ട്. പറമ്പിലുണ്ടാവുന്ന ഓരോ മുളകിനും ഓരോ ടേസ്റ്റ് ഉണ്ട്. പച്ചക്ക് കഴിച്ചാൽ അത് കറിയിൽ ഇട്ട് കഴിയുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്. പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ്തരിച്ചൊരു നടത്തമുണ്ട്. അവിടെ ഇവിടെ നോക്കി ഓരോ പുല്ലുമ്മും ഒക്കെ തൊട്ടും തലോടിയൊക്കെ നടന്ന് ഒരു സുഖം തന്നെ. തേക്കുമ്പേക്ക് ഒരു പാഷൻ ഫ്രൂട്ടിന്റെ തൈ പടർന്നു കയറിയിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായതൊക്കെ തീർന്നു. ഇപ്പൊ അടുത്ത ലക്ഷ്യം കൂണ്, മരക്കൂണാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ അത് കണ്ട് ഞാൻ പോയി എടുത്തതാണ്. അയ്യത്തിന് കാണിച്ചു കൊടുക്കാം. അയ്യത്തിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണിക്കാൻ. ഇത് അടുത്ത ഒരു പാഷൻ ഫ്രൂട്ടിന്റെ തൈയാട്ടോ. ഇത് ഒരുമാതിരിയൊക്കെ ഉണ്ട് കിടക്കുന്ന. വലിയ പാഷൻ ഫ്രൂട്ടാണ്. ഉള്ളില് നല്ല കാമ്പൊക്കെ ഉണ്ട്. നല്ല മധുരമാണ്, ഒരുമാതിരി മധുരമൊക്കെ ഉള്ള, വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പാഷൻ ഫ്രൂട്ടാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ താഴെ വീണ് കിടന്നു കഴിഞ്ഞാൽ പന്നികൾ ഒക്കെ എടുത്തോട്ട് പോകും. അതാണ് ഒരു കഷ്ടം. കപ്പങ്ങ മരം, ചീരപ്പൂവ്, ഈ ചീര കടി കഴിക്കാൻ പറ്റും. അയ്യോ, കപ്പങ്ങ പന്നി കൊണ്ടുപോയി. തേക്കിന്റെ കൂമ്പല ഇതുകൊണ്ടൊരു സൂത്രം ചുമക്കുന്ന. ഇത് പണ്ടത്തെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നമ്മൾ കളിക്കുമ്പൊക്കെ ചുണ്ടത്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ്. നമ്മൾ ചെറുപ്രായത്തിൽ ലിപ്സ്റ്റിക് ഒന്നും കിട്ടൂലായിരുന്നല്ലോ. അപ്പൊ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം വെച്ച് നമ്മൾ ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കും. എന്റെ ചുണ്ട് കറുത്തതായോണ്ട് ചുമ വരുന്നു അറിയാൻ പറ്റുന്നു. ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇന്നത്തെ പറമ്പിൽ വേട്ടയാടലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാണ്. വെളുത്ത ചേമ്പ്, കാച്ചില്, അടതാപ്പ്, മുളക്, പാഷൻ ഫ്രൂട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ പറിച്ച് ഞങ്ങള് വീട്ടിലേക്ക് നടന്നു. എന്തുട്ടത്? സ്കൂണല്ല, കൂൺ. ഭയങ്കര പാട്. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടാ? നല്ല മധുരം ഉണ്ടാ? സൂപ്പർ. നല്ല കയ്പ. നല്ല കയ്പാണെന്നാ. മരം തോട്ടണ്ടേ?
ഇങ്ങനെ ഇച്ചിരി നോട്ടെ. ഇതാണ് നല്ല മധുരം. മധുരപ്പുളി. ഇത് പടവലത്തിൻ്റെ മുളച്ചതുണ്ട്. കുറച്ച് കൊണ്ടുതന്നെ മുളകൊക്കെ നമ്മൾ ചൊറുക്കയിലിട്ട് ആൾക്കാർക്ക് കൊടുക്കും. ഞാനൊരു പഞ്ചാര ഈ കുപ്പിക്ക് എത്രയമ്മ? 40 രൂപ. ഇതായി നമ്മൾ ചേമ്പും കാച്ചിലൊക്കെ പുഴുങ്ങാൻ പോവാം. ചേമ്പില്ല, അടക്കാറും കാച്ചിലൊക്കെ പുഴുങ്ങാൻ പോവാണ്. ഇത് നമ്മുടെ മാങ്ങ ഇഞ്ചി ഒരു കടക്കുണ്ടായിരുന്നു. എന്തുട്ടത്? അതാപ്പാണിത്. പൊളിച്ച് കഴിഞ്ഞ് മുറിച്ച് ഉള്ളില് വീണ്ടും യെല്ലോ കളർ അങ്ങനെ തന്നെ. ഇത് നമ്മുടെ ഉരുളൻകിഴങ്ങിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. യെല്ലോ കളറല്ലേ? ഓ തലയെ കൊണ്ട് തരാട്ടാ. ഇത് തൊലി പോയിട്ടില്ല ശരിക്കും. ആ പാപ്പം തരാം, ചൂടാണ്. ചൂട് പോട്ടാ. ബാപ്പം തരാട്ടാ. പിങ്ക് കളർ കാച്ചിൽ. കാച്ചില് പറിക്കാൻ പോയിട്ട് ഒരു ചെറിയൊരു കഷ്ണം മാത്രം കാച്ചില് കിട്ടുള്ളൂ. ചേമ്പ്, വയലറ്റ് കളറ് കാച്ചിലായിരുന്നു. താപ്പ്, അങ്ങനെ കാച്ചിൽ. എല്ലാം കഴിച്ച് അവിടെ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചു.